തിരുവനന്തപുരത്ത് 13കാരനോട് കെഎസ്ആർടിസി വനിതാ കണ്ടക്ടറുടെ ക്രൂരത. നട്ടുച്ചയ്ക്ക് ചാക്ക ബൈപ്പാസിൽ നിന്ന് ബസ്സിൽ കയറിയ 13കാരനെ കീറിയ നോട്ട് നൽകിയതിന്റെ പേരിൽ വഴിയിൽ ഇറക്കിവിട്ടു. കെഎസ്ആർടിസി വനിതാ കണ്ടക്ടറിൽ നിന്നുണ്ടായ ദുരനുഭവം ന്യൂസ് 18നോട് പങ്കുവച്ചു. സംസ്ഥാനത്ത് കടുത്ത ചൂടാണ്. ഈ കൊടും ചൂടിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരവെ കയ്യിലുണ്ടായിരുന്ന നോട്ട് കീറിപ്പോയതിന്റെ പേരിൽ ഒരു 13 വയസ്സുകാരനെ കെഎസ്ആർടിസി ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറക്കിവിട്ടു. ആ ദുരനുഭവം പങ്കുവയ്ക്കാൻ ആ 13 വയസ്സുകാരൻ ഇപ്പോൾ ന്യൂസ് 18 കേരളയോടൊപ്പമുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? ഞാൻ പരീക്ഷ അതിന് 12:30 സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് അതിന് ബസ് കിട്ടി. ബസ് കയറി ബസ്സിൽ ഉച്ച സമയമായിട്ട് ബസ്സിൽ ആരും ഇല്ലായിരുന്നു. കണ്ടക്ടർ ടിക്കറ്റ് ആയിട്ട് പൈസ തരുമെന്ന് ചോദിച്ചു. ഞാൻ 20 റുപ്പീസ് എടുത്ത് കൊടുത്തപ്പോൾ അത് കീറിയായിരുന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടക്ടർ പറഞ്ഞു ഇത് പറ്റൂല, നോട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് പാറ്റൂരെ കൊണ്ട് വിട്ടാൽ മതി, വേറെ പൈസ കയ്യിലില്ല, അച്ഛനും വരാൻ പറ്റൂല, കടയിലാണ്, തിരക്കാണെന്ന്. അപ്പോൾ അവരൊന്നും ഒന്നും പറ്റൂല, എന്നെ വേൾഡ് മാർക്കറ്റിൽ ഇറക്കിവിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ ആയിരുന്നു. വേറെ ഒരു ബസ്സും വന്നില്ല. അങ്ങനെ നിവർത്തിയിട്ട് ഒരു അങ്കിൾ അവിടെ പോകണുണ്ട്. അപ്പോൾ ഞാൻ കൈ കാണിച്ചിരുന്ന് എന്നെ ചാക്കി ഇറക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞ ചാക്കി ഇറക്കാൻ, അങ്ങനെ അങ്കിൾ ചാക്കി ഇറക്കി വിട്ട് ഞാൻ നടന്ന് ഇവിടുന്ന് പാറ്റൂരായിരുന്നു. എത്ര മണിക്കാണ് പരീക്ഷ കഴിഞ്ഞത്? 12:30. എത്ര മണിക്ക് ബസ് കിട്ടി? 12:35. 12:35 ബസ് കിട്ടി. അപ്പോൾ ഇത് കഴിഞ്ഞ് എപ്പോഴാണ് കണ്ടക്ടർ ഇറക്കി വിട്ടത്? എപ്പോഴാണ്? 12:42. ഇവിടെ തിരക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അവിടെ എത്തി. 12:42 ഇപ്പോൾ അവിടെ എത്തി, വേൾഡ് മാർക്കറ്റ്. പിന്നെ ഒരു 3/4 മണിക്കൂർ നിന്നതിന് ശേഷമാണ് എനിക്ക് ഒരു അങ്കിള് ഞാൻ സാധാരണ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൈ കാണിച്ചാണ് വരണത്. അപ്പോൾ ഞാൻ ലിഫ്റ്റ് വായിച്ചപ്പോൾ അങ്കിൾ എന്നെ ചാക്ക ഇറക്കി വിട്ട്. ദുരനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു ഈ 13 വയസ്സുകാരൻ. കടുത്ത ചൂടിൽ അവിടെ ഏതാണ്ട് 3/4 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. നോട്ട് കീറിയതിന്റെ പേരിലാണ് കണ്ടക്ടർ വഴിയിലിറക്കി വിട്ടത്. ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം.